രാഷ്ട്രീയക്കാരും രാഷ്ട്രതന്ത്രജ്ഞരും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണുള്ളത്. രാഷ്ട്രീയക്കാർ അഥവാ പൊളിറ്റീഷ്യൻസ്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. തോറ്റവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിച്ച് കയറാം, ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയം എങ്ങനെ നിലനിർത്താം. എന്നാൽ രാഷ്ട്രതന്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അഥവാ സ്റ്റേറ്റ്സ്മാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനല്ല, അടുത്ത ജനറേഷനാണ് അഥവാ അടുത്ത തലമുറയാണ്. അവർ ജയിച്ചാലും തോറ്റാലും അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ തലമുറയെ പടുത്തുയർത്തുന്നതിനു വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരാണ് രാഷ്ട്രതന്ത്രജ്ഞർ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, എന്നാൽ വളരെ ചുരുക്കം രാഷ്ട്രതന്ത്രജ്ഞരെ മാത്രമേ നാം നിർഭാഗ്യവശാൽ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ചുറ്റിനും നാം നോക്കുകയാണെങ്കിൽ മനുഷ്യരെല്ലാവരും ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഒരു കൂട്ടർ സ്വാർത്ഥതയോടുകൂടെ സേവിക്കുമ്പോൾ മറുകൂട്ടർ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഈ ഭൂമിയിലെ എല്ലാ സ്നേഹവും ഒരു അതിർവരമ്പിൽ നിൽക്കുകയാണ്. ആ അതിർവരമ്പെന്ന് പറയുന്നത് സ്നേഹം നൽകുന്ന ആളുകളുടെ സ്വാർത്ഥത എന്നുള്ള അതിർവരമ്പാണ്. അവരുടെ സ്വാർത്ഥത ഹനീകരിക്കപ്പെടുന്ന സമയത്ത്, അവരുടെ ലക്ഷ്യങ്ങൾ പ്രാപ്തിയിലേക്ക് എത്താതിരിക്കുന്ന സമയത്ത് അവരുടെ സ്നേഹവും കരുതലും അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ കാലുകൾ ഒന്നിടറിയാൽ, നമ്മുടെ കരങ്ങളിലുള്ളതെല്ലാം നഷ്ടമായാൽ, നമ്മുടെ സ്വാധീനം നഷ്ടമായാൽ, നമ്മളുടെ കൂടെ നിൽക്കുവാൻ ഈ ഭൂമിയിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കരങ്ങളിലുള്ളതെല്ലാം നഷ്ടമാകുന്ന സമയത്ത് നാം ഒറ്റയ്ക്കാകുമെന്ന് നാം എത്ര നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്രയും നല്ലത്. ഈ ഭൂമിയിലെ സ്നേഹങ്ങളും സേവനങ്ങളുമെല്ലാം ഒരു ബാധ്യതയാകുമ്പോൾ, അതൊരു പരിമിതിയിൽ വന്ന് അവസാനിക്കുന്ന സമയത്ത് ഇതിനും അപ്പുറത്തേക്ക് ഒരു സ്നേഹമുണ്ടെന്ന് നാം തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണെന്നല്ല അതിൻ്റെ അർത്ഥം. നാം വീഴുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇന്നും നിലനിന്ന് പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹമാണ് ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം ഒരു അമ്മയുടെ സ്നേഹമാണെന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു അമ്മയുടെ സ്നേഹം പോലും അതിർവരമ്പുകളിൽ നിൽക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഒരു അമ്മ അഥവാ ഒരു കുഞ്ഞിനെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ പ്രോമിസ് എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്നത് പോലെ നമ്മുടെ കുറവുകളോടുകൂടെ, നമ്മളുടെ ഇല്ലായ്മകളോടുകൂടെ, നമ്മുടെ അപര്യാപ്തതകളോടുകൂടെ നമ്മളെ സ്നേഹിക്കുന്ന ആ ഏക സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹം മാത്രമാണ്.